പത്തനംമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദുവും എല്ലാവരും കൂടെ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജയിലിലാവുകയാണ്. ആ സമയത്ത് നമ്മുടെ അനാമികയും അച്ഛനും പറയുന്നു, ആ സച്ചി നമുക്ക് ഒരു ബലമായിരുന്നു, എന്ത് കാര്യവും അവനോടൊപ്പം ഇരുന്ന് ഷെയർ ചെയ്ത് ചെയ്യാമായിരുന്നു, ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല, നമ്മുടെ കൂടെയുള്ള ബലം കുറഞ്ഞു വരികയാണല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ബലം കൂട്ടാനായിട്ട് അദ്ദേഹത്തെ നമുക്ക് ഇറക്കിയാലോ, അതിന് അച്ഛനെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യേ, എന്നാൽ നമുക്ക് വലിയൊരു കാര്യം തന്നെയായിരിക്കും, സച്ചിദാനന്ദൻ സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ആ സമയത്ത് വേണു പറയുന്നുണ്ട്, അതിനി സച്ചിദാനന്ദൻ എത്ര കൂടെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുകയാണ്, ശരിയായിരിക്കാം, ഇനി നമുക്ക് അവരുടെ അടുത്ത് നിന്നൊന്നും വാങ്ങിക്കാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കാം, പക്ഷേ അവരെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമല്ലോ, അതിന് നമുക്ക് ഈ സച്ചിദാനന്ദൻ്റെ കൂട്ട് തന്നെ വേണം, അയാളാകുമ്പോൾ നമുക്ക് കേസൊക്കെ മാറ്റിമറിക്കാനും എല്ലാത്തിനും ഒരു വഴിയാകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അനാമിക. അപ്പോൾ ഇത് കേട്ടിട്ട് വേണും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ മോളെ, ആദ്യം ഇല്ലാതാക്കേണ്ടത് ആ അനിയെയാണ്, എന്നാലേ അനന്തപുരിക്കാർ സങ്കടപ്പെടുകയുള്ളൂ, അവനാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ജീവനും ജീവിതവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനാമികയും വേണുവും ചേർന്നിട്ട് എല്ലാ ബലവും ഉപയോഗിച്ചിട്ട് ആ വക്കീലിനെയൊക്കെ ഉപയോഗിച്ചിട്ട് സച്ചിദാനന്ദനെ പുറത്തിറക്കുകയാണ്. അതേസമയം നമ്മുടെ നന്ദുവും അനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സച്ചിദാനന്ദൻ പുറത്തിറങ്ങാതിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം, അവൻ പുറത്തിറങ്ങിയാൽ ആകെ പ്രശ്നമാകും, പിന്നീട് അനാമികയുടെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കുമെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചിദാനന്ദൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. അങ്ങനെ സച്ചിദാനന്ദനെ വേണും അനാമികയും വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിദാനന്ദനും ആകെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അനിയോടും അനന്തപുരിക്കാരോടും ഉള്ള പകയും ക്രൂരതയും കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വേണു പറയുന്നുണ്ട്, മോനെ നീ ദേഷ്യമൊന്നും വിടരുത്, അവർക്കിട്ട് നല്ല പണി കൊടുക്കണം, അനിക്കിട്ടാണ് ആദ്യം പണി കൊടുക്കേണ്ടത്, അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്, എൻ്റെ മോളെ ജീവിതവും മോൻക്ക് കിട്ടേണ്ട പെണ്ണിനെയും കിട്ടിയില്ലല്ലോ, ബാക്കി എന്തോ ആയിക്കോട്ടെ, മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദനും പറയുന്നുണ്ട്, അതെ, ഞാനൊരുത്തിയെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും, അതിൽ ഏതറ്റവും പോകാൻ ഞാൻ തയ്യാറാണ്, ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഞാൻ കിട്ടാനും അനുവദിക്കില്ല, അവരെ ഞാൻ കൊന്നുകളയുമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന് നമ്മുടെ വേണുവും അനാമികയും കൂട്ടു നിൽക്കുന്നുണ്ട്. അവിടെ അനന്തപുരി തറവാട്ടിൽ അനിയെ തൊട്ടാലേ എല്ലാവർക്കും പൊള്ളുകയുള്ളൂ, അതിനെക്കൊണ്ട് അവനെ തന്നെ ആദ്യം തൊടണം, എന്നിട്ട് പിന്നീട് ഓരോരുത്തരെയായിട്ട് നമുക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ അനി ഓഫീസിലൊക്കെ ഒന്ന് പോയി നോക്കാനും, നന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലും ഓഫീസിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അനി പോവുകയാണ്. അങ്ങനെ അനിയെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതും ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് സച്ചിദാനന്ദൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. അതനുസരിച്ച് അയാൾ സച്ചിദാനന്ദനോട് അനി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിളിച്ച് പറയുകയാണ്. ആ സമയത്ത് സച്ചിദാനന്ദൻ അവനെ വിടാതെ പിന്തുടരണം, അവനെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എന്നോട് അപ്പം അറിയിക്കണം, പകുതിയിൽ നിന്നും ഞാൻ അവൻ്റെ പിന്നാലെ കൂടിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനി പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പം സച്ചിദാനന്ദൻ വിവരം കൊടുക്കുകയാണ്. അതനുസരിച്ച് സച്ചിദാനന്ദൻ അനിയെ കാണുകയും അനിയുടെ പിന്നാലെ പിന്തുടർന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ആളില്ലാത്ത ഒരു സ്ഥലത്തെത്തുമ്പോൾ തൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയിട്ട് അനിയെ ഇടിച്ച് മറിച്ചിടുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ നമ്മുടെ അനിയുടെ ബോധം വരെ നഷ്ടപ്പെടുന്നുണ്ട്. ആളുകളൊക്കെ കൂടി ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ സമയത്തൊന്നും നമ്മുടെ അനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ അനിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഒരൊറ്റ നോട്ടത്തിൽ അനിക്ക് സച്ചിദാനന്ദനാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം ആ ബോധത്തിൽ ഒന്ന് മനസ്സിലാകുന്നുണ്ട്, ഒന്ന് മിന്നി മറഞ്ഞു പോകുന്നുണ്ട് സച്ചിദാനന്ദൻ്റെ മുഖം. അത് സച്ചിദാനന്ദൻ അറിയുന്നുമുണ്ടായിരുന്നില്ല. അങ്ങനെ അനി മരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ സച്ചിദാനന്ദൻ തിരിച്ചു പോവുകയും വേണുവിനോടും അനാമികയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേണു അനാമികയും നിന്നെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, അവനൊരു സംശയമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല, എന്നെ കണ്ടിട്ടില്ല, ഞാൻ അത്രയും സൂക്ഷിച്ചാണ് കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെയാണ് അനാമികയോടും വേണുവിനോടും പറയുന്നത്.